ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ്മയം വെള്ളയ്ക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു നാടൻ ഒഴിച്ചുകറിയാണ്. അതിനായിട്ട് ഒരു പകുതി വെള്ളരിക്ക ചെറുതായി കട്ട് ചെയ്തതും, ഒരു തക്കാളി, അതുപോലെ ഒരു മാങ്ങ, അത്യാവശ്യം ചെനച്ചിട്ടുള്ളൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ടാക്കി എടുത്തതും, അതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ളൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 2-3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ചുകൂടി ഒരു കളറ് നമ്മുടെ കറിക്ക് കിട്ടുന്നതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളരിയും തക്കാളിയും മാങ്ങയൊക്കെ നന്നായി തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതിൽ നിന്നുള്ള ആ ഒരു വെള്ളവും ഒക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കും. ഇപ്പോൾ ഇതാ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പോരാത്ത ഉപ്പ് കൂടെ ഒന്ന് നോക്കി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് വാങ്ങി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ കടുക്, 1-2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒരു പിഞ്ച് മുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു നാടൻ ഒഴിച്ചുകറിയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുരിങ്ങക്കയും അതുപോലെ ചക്കക്കുരു ഒക്കെ ചേർക്കാം. ഇത് മാത്രം ചേർത്ത് ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye.